വചനമൊഴി നവംബർ 14. വചനഭാഗം 2 കോരിന്തോസ് 1:4, യോഹന്നാന്റെ സുവിശേഷം 3:22-30. ഈശോയും സ്നാപക യോഹന്നാനും തമ്മിലുള്ള ബന്ധത്തെ മണവാളനും മണവാളന്റെ സ്നേഹിതനും തമ്മിലുള്ള ബന്ധമായിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അവതരിപ്പിക്കുന്നത്. മണവാട്ടിയുള്ള യഥാർത്ഥ മണവാളൻ മിശിഹായാണ്. സഭയാണ് മണവാട്ടി. അടുത്തുനിന്ന് മണവാളന്റെ സ്വരം ശ്രവിക്കുന്ന സ്നേഹിതനാണ് സ്നാപക യോഹന്നാൻ. തൻ്റെ മണവാട്ടിയായ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ വന്ന മിശിഹായെയാണ് മണവാളൻ എന്ന് വിളിച്ചിരിക്കുന്നത്. മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകൻ സ്നേഹിതനും. സ്നാപകൻ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്നു. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ല എങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല. മിശിഹായുടെ അധികാരം സ്വർഗത്തിൽ നിന്നുള്ളതാണ് എന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു. മിശിഹായ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്നവന് ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ് സുവിശേഷകൻ ഇവിടെ എടുത്തു കാട്ടുന്നത്. തൻ്റെ മഹത്വം അന്വേഷിക്കാതെ മിശിഹായുടെ മഹത്വം തേടുന്നവനായിരിക്കണം മിശിഹായുടെ അടുത്തു നിന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൻ. മിശിഹായുമായി വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്ന വിശ്വാസ സമൂഹമാണ് അവിടുത്തെ മണവാട്ടി എന്ന് പൗലോസ്ലീഹായുടെ ലേഖനത്തിലൂടെയും ഇന്ന് വ്യക്തമാക്കുന്നു. മിശിഹായിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും വ്യതിചലിക്കാതെ വളർന്നു വരുന്ന സമൂഹമായി മാറുവാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് സ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വസ്തയോടെ മിശിഹായിൽ ആയിരിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.